നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും ആത്മാവ് പ്രവർത്തിക്കണമേ. അടിയൻ്റെ അധരങ്ങളെ തുറന്നു തരണം. കർത്താവിൻ്റെ വാക്കുകൾ തരണം. നീ പറയുന്ന കാര്യങ്ങൾ നീ പറയുന്നത് പോലെ തന്നെ എനിക്ക് പ്രഖ്യാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അത് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക്, അസ്ഥിമജ്ഞകളിലേക്ക് തുളച്ചു കയറി ജീവിത പരിവർത്തനത്തിനത് കാരണമാക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് ജീവിക്കത്തക്കവണ്ണം അത് നവീകരണത്തിൻ്റെ ഒരു വാക്യങ്ങളായി മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ 3-ാം അധ്യായം 8-ാം വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെയും ചെയ്യാം. ഇത് 100-ാമത്തെ എപ്പിസോഡാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇത്രയും നാൾ നടത്തി 100-ാമത്തെ എപ്പിസോഡിലോട്ട് എത്തിച്ചു. അത്രയും ദൈവം നമുക്ക് നടത്തിയ വഴികളെ ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം വീണ്ടും നടത്തുമെന്നും ശക്തിയോടുകൂടി വചനം പ്രഘോഷിക്കുവാൻ അടിയനെ ഒരു ഉപകരണമാക്കി എടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഞാൻ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. വാചകത്തിൽ പ്രധാനമായി പറയുന്ന കാര്യം വിജാതിയർക്കും അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പങ്കുണ്ട്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ലഭിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്ന കാര്യം, ഈ വാഗ്ദത്തം, ഈ അറിയിപ്പ് അബ്രാഹത്തോട് വിശുദ്ധ ഗ്രന്ഥം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? വിശുദ്ധ ഗ്രന്ഥം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം തന്നെയാണ് പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ ഇവിടെ അത് പേഴ്സോണിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ്. അതൊരു ചൈതന്യ ആരോപണം നടത്തിയിരിക്കുകയാണ്. അത് റബിമാരുടെ ഒരു രീതിയാണ്. ദൈവിക ഉൽപ്പത്തിക്ക് അത് പ്രാധാന്യം നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആരാണ് പറഞ്ഞത്? അത് ദൈവം തന്നെ പറഞ്ഞതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥമാണ് അബ്രാഹത്തോട് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് റബിമാരുടെ വാചകം അങ്ങനെയാണ്. ആ രീതിയിലാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അത്. ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന് കുറച്ച് പേരെ മാത്രം രക്ഷപ്പെടുത്തണമെന്നല്ലല്ലോ ആഗ്രഹം. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഒരു ഭാഗമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രാഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിജാതിയർക്കും ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നീതീകരണം നടക്കുന്നത് വിശ്വാസത്തിൽ കൂടിയാണ്. അത് പൗലോസോട് സൂചിപ്പിക്കുക. നീതീകരണമെന്ന് പറഞ്ഞാൽ ഒരാളെ നീതിമാനായിട്ട് കർത്താവ് ദൈവം കണക്കാക്കുന്നു എന്നർത്ഥം. പാപിയായ മനുഷ്യനെ നീതിമാനായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ദൈവം അങ്ങനെ പറയാൻ കാരണം എന്താ? അവനെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു കർത്താവ് തന്നെ സ്വന്തം ശരീരത്തിൽ വഹിച്ചിരിക്കുക. എന്നിട്ട് ഈ പാപിയെ നീതീകരിച്ചിരിക്കുക. പാപിനിയായ സ്ത്രീയോടൊക്കെ യേശു പറഞ്ഞത് അങ്ങനെയല്ലേ, നീ പൊയ്ക്കൊള്ളുക, അവിടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നീതീകരിക്കുന്നവൻ ദൈവമാണ്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദരോടും വിജാതിയരോടും ഒരുപോലെ
പൗലോസ് ഇപ്പോൾ പ്രസംഗിക്കുന്ന അവൻ്റെ സുവിശേഷം ആദ്യം പ്രസംഗിക്കപ്പെട്ടത് അബ്രാഹത്തോട് തന്നെയാണ്. അതായത് വിജാതിയർക്കും ഈ രക്ഷയ്ക്ക് അവകാശമുണ്ട്, അവർ വിശ്വാസത്താൽ അവർക്കും കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ പൗലോസ് പ്രസംഗിക്കുകയാണ്. വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടും പ്രസംഗിക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അബ്രാഹത്തോട് ഇത് ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 12-ാം അധ്യായം 3-ാം വാക്യവും ഉൽപ്പത്തി 18-ാം അധ്യായം 18-ാം വാക്യവും ഇത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. നിന്നിൽ ജനതകൾ എല്ലാം അനുഗ്രഹീതരാകും. അത് ഇസ്രായേൽ ജനമെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 12-3 ഞാൻ വായിക്കാം. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്നുള്ള വാഗ്ദാനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് അബ്രാഹത്തിന് എണ്ണമില്ലാത്ത വിധത്തിൽ സന്താന പരമ്പര കൊടുക്കാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ അനുഗ്രഹിക്കും എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ആ കനാൻ നാട് അവകാശമായി കൊടുക്കാം എന്നും കർത്താവ് പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കും തോന്നും. മാത്രമല്ല, യഹോവയെ ആരാധിക്കുകയും ഈ പരിച്ഛേദന കർമ്മം ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും അബ്രാഹത്തിൻ്റെ വിശ്വാസത്താൽ അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വിജാതിയർക്കും പങ്കുണ്ട് എന്നൊരു ധാരണ നമുക്കുണ്ടാകും ആ വാചകങ്ങൾ വായിക്കുമ്പോൾ. അതാണ് യഹൂദന്മാരെ മനസ്സിലാക്കി വച്ചിരുന്നത്. പൗലോസും ആ അഭിപ്രായം തന്നെയാണ് പറയുന്നത്, അവർക്കും ലഭിക്കും. യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസം വഴി അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അബ്രാഹത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പങ്ക് വിജാതിയർക്കും ഉണ്ടെന്നാണ് ഇക്കാര്യം പറയുന്നത്. ഇത് നേരത്തെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണിച്ചിരുന്നു എന്ന് പൗലോസ് ഇത് തീർത്ത് പറയുന്നു. പുതിയ ഒരാശയമല്ല, ഇത് നേരത്തെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിശ്വാസം വഴിയുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എനിക്ക് നിയമത്തിൽ നിന്നുള്ള നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. നിയമാനുസരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന നീതി അല്ല, എനിക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതിയാണ് ലഭിക്കുന്നത് എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-9 പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ പലയിടത്തായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രാഹം ചില സവിശേഷതകൾ ഉള്ള ആളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം വിശ്വാസികളുടെ പിതാവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവം വിളിച്ചപ്പോൾ അനുസരിച്ചു. ദൈവം വിളിച്ചു, നീ ഇറങ്ങിപ്പോരെ, നിൻ്റെ കുടുംബത്തെയും നിൻ്റെ സ്നേഹിതരെയെല്ലാം വിട്ടിട്ട് നീ ഇറങ്ങി ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോരുക എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്നിട്ട് പോലും കർത്താവിൻ്റെ വിളി അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഉൽപ്പത്തി 12-4 അത് കൊടുത്തിട്ടുണ്ട്. അബ്രഹാം ഒരു നിസ്വാർത്ഥനായിരുന്നു.
തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ലോത്തിന് നൽകി. അതവർ കനാൻ നാട്ടിൽ ചെന്നിട്ട് ആടുമാടുകളിലും വേലക്കാരും ഒക്കെ ധാരാളം ഉണ്ട്. ലോത്തിനുമുണ്ട്, അബ്രാഹത്തിനുമുണ്ട്. അവരെ ആടുമാടുകളെയൊക്കെ തീറ്റിക്കൊണ്ട് വേലക്കാർ പോകുമ്പോൾ വേലക്കാർ തമ്മിൽ, രണ്ടുപേരുടെയും വേലക്കാർ തമ്മിൽ എവിടെ വരെ അവർക്ക് തീറ്റാൻ അവകാശമുണ്ട് എന്നതിനെക്കുറിച്ചൊരു തർക്കവും ചെറിയ വഴക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അബ്രാഹത്തിന് തോന്നിയിട്ട് അബ്രാഹാം ഒരു തീരുമാനമെടുത്തു, നമുക്ക് ഈ ഭൂമി ഒന്ന് വിഭജിക്കാം. ഉൽപ്പത്തി 13:9 അതുണ്ട്. എന്നിട്ട് ലോത്തിനോട് പറഞ്ഞ വാചകം ഇതാണ്: ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളാം, വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളാം. തർക്കമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട്, ലോത്ത് നിനക്ക് ഏത് ഭാഗമാണ് ഇഷ്ടം, ഇടത്താണോ വലത്താണോ, എവിടെ വേണേലും എടുത്തോളൂ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പൊക്കോളൂ, മറ്റേ ഭാഗം ഞാൻ എടുത്തോളാം. ഏറ്റവും നല്ല ഭാഗം ലോത്ത് തിരഞ്ഞെടുത്ത് ഫലഭൂയിഷ്ടമായ യോർദാൻ നദിയുടെ തീരപ്രദേശങ്ങളൊക്കെ, സമതല പ്രദേശങ്ങളും ഒക്കെ ലോത്താണ് എടുത്തതെന്ന് നമുക്കറിയാം. എന്നാലും അബ്രാഹാം അതിൽ യാതൊരു ഉത്കണ്ഠയും കാണിച്ചില്ല, യാതൊരു വിഷമവും കാണിച്ചില്ല. നിനക്കിഷ്ടമുള്ളിടം നീ എടുത്തോളാൻ തന്നെയാണ് പറഞ്ഞത്. ഇതാണ് അബ്രാഹത്തിൻ്റെ നിസ്വാർത്ഥതയെ കാണിക്കുന്ന കാര്യം. ഇത് അബ്രാഹത്തിൻ്റെ കാര്യം നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിലാണേലും അല്ല പലയിടത്തും സംഭവിക്കുന്നൊരു കാര്യം, മാതാപിതാക്കന്മാരുടെ വസ്തുവകൾക്ക് മക്കൾക്ക് അവകാശമുണ്ട്. അതിൻ്റെ വീതം പാർട്ട്ണർഷിപ്പ് കിട്ടുമ്പോൾ അവിടാണൊരു പ്രശ്നം. മക്കൾ തമ്മിൽ, ഇനി ആൺമക്കൾക്കാണെങ്കിൽ അവർ തമ്മിൽ ഒരു പിണക്കം ഉണ്ടാകും. മറ്റേ ആളിന് കൂടുതൽ കൊടുത്തു, എനിക്ക് കുറച്ച് തന്നു, ആ ഭാഗം കൊടുത്തു, ഈ ഭാഗം എനിക്ക് തന്നില്ല, അതായിരുന്നു കൂടുതൽ നല്ലത്. ഈ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി. പിന്നെ ദീർഘായുസ് ആണ് ജീവിച്ചിരുന്നാലും ആയുഷ്കാലം മുഴുവനും കുടുംബങ്ങൾ തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, സിസ്റ്റേഴ്സ് തമ്മിൽ ഒക്കെ എതിര് പിടിച്ച് വിദ്വേഷം പിടിച്ച് അവരുടെ ജീവിതകാലം മുഴുവനും കഴിയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വീതം വെക്കുമ്പോൾ ചിന്തിക്കണം, അതങ്ങ് വീതം വെച്ചോട്ടെ, എനിക്കില്ലേലും ഒന്നുമില്ല, അല്ല എനിക്കൊരല്പമേ തന്നുള്ളതിലും ഒന്നുമില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അതാണ് അബ്രാഹത്തിൻ്റെ ആ മാതൃക നമ്മളെ കാണിക്കുന്നത്. അബ്രാഹാം എത്രമാത്രം അനുഗ്രഹിതനായി എന്ന് നമ്മൾ കരുതിക്കണം. വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, വേണ്ട എന്നങ്ങ് വെക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും എന്ന് നമ്മൾ കരുതണം. അബ്രാഹത്തിൻ്റെ വേറൊരു സവിശേഷത, അദ്ദേഹം ധീരനായിരുന്നു. കൊള്ളക്കാരായ രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം തോൽപ്പിച്ചു. ഉൽപ്പത്തി 14:14 നമുക്കത് കാണുവാൻ സാധിക്കും. വളരെ ഉദാരമനസ്കനായിരുന്നു. മൽക്കീസദേക്കിന് അബ്രാഹാം യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ദശാംശം കൊടുത്തു. ഉൽപ്പത്തി 14:20 നിഷ്കളങ്ക സേവനത്തിന് പ്രതിഫലം വാങ്ങിയില്ല. പ്രതിഫലത്തോടു കൂടിയാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ല, പ്രതിഫലം വാങ്ങാതെ തന്നെ സേവനം ചെയ്യുന്നു. ഉൽപ്പത്തി 14:23. ഏഴാമത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, പ്രാർത്ഥനയുടെ ഒരു വീരനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം. സോദോം ഗോമോറ തിന്മ നിറഞ്ഞ ആ പ്രദേശം, ലോത്തും അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് നമുക്കറിയാം. ദൈവം അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അബ്രാഹത്തിന് അറിയിപ്പ് കൊടുത്തു. അബ്രാഹാം സോദോം ഗോമോറായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഉൽപ്പത്തി 18:23 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ തിന്മ നിറഞ്ഞ ഈ സോദോം ഗോമോറായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വീരനായിരുന്നു അബ്രാഹാം എന്ന് കാണുവാൻ സാധിക്കും. ദൈവം ആ പ്രദേശത്തെ കാര്യവും, രണ്ടുപേര് പോലും നീതിമാന്മാരായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, അവരെ ആ പ്രദേശത്തെ ലോത്തിനെയും കുടുംബത്തെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഗന്ധകം പേയിച്ച് ആ പ്രദേശത്തെ ഇല്ലാതാക്കി,
ദൈവം അങ്ങനെ അതിനെ ഇല്ലാതാക്കി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളൊന്ന് പ്രത്യേകം ഓർക്കണം. കാരണം എന്തായിരുന്നു അവിടുത്തെ തിന്മയെന്ന് നമുക്കെല്ലാം വായിച്ചു കേട്ട് അറിയാം. ഇപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് നമ്മുടെ ചെറിയ കേരളമെന്ന് പറയുന്ന പ്രദേശത്തെ ഇങ്ങനൊന്ന് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അന്ന് അവിടെ ചെയ്ത തിന്മകളെക്കാട്ടിൽ ഭയങ്കര രീതിയിലുള്ള തിന്മ കേരളമെന്ന് പണ്ട് നമ്മൾ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന്. ഈ നാട്ടിൽ നടന്നു കൊള്ളുന്നു എന്ന് നമുക്കറിയാം. ഈ ദിവസങ്ങളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. ഇന്നലെ സംഭവിച്ച കാര്യം, ഇന്ന് വാർത്തയായിട്ട് വന്ന മറ്റ് പല കാര്യങ്ങൾ എത്രമാത്രം നീചവും വൃത്തികെട്ടതുമായ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ അടുത്തൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സോദോം ഗൊമോറയെക്കാട്ടിൽ വലിയ ശിക്ഷ നമുക്ക് കിട്ടും. അതല്ലേ ഈ സോദോം ഗൊമോറയ്ക്ക് ഇതിനെക്കാട്ടിൽ കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്നൊക്കെ യേശു കർത്താവ് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമാണ്. അടുത്തതായിട്ട് അബ്രാഹത്തിൽ കാണുന്ന ഒരു പ്രത്യേക സവിശേഷത, അദ്ദേഹം വിശ്വാസത്തിൽ അത്ഭുതം സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു. 75-ാമത്തെ വയസ്സിൽ അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം വാഗ്ദാനം ചെയ്തതാണ്, നിനക്ക് സന്തതി കിട്ടുമെന്ന്. സന്തതി പരമ്പര ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാട്ടിൽ, കടൽ തീരത്തെ മണൽത്തരികളെക്കാട്ടിൽ എണ്ണത്തിൽ കൂടുതൽ തരുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. പക്ഷേ 99 വയസ്സായിട്ടും ഒരു മോൻ പോലും ഉണ്ടായില്ല. പക്ഷേ അബ്രാഹാം വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല. തീർച്ചയായിട്ടും ദൈവം വാക്ക് മാർത്തില്ല, തരുമെന്നറിഞ്ഞു, വിശ്വസിച്ചു. 100-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് ജനിച്ചത്. സാറ വന്ധ്യയായിരുന്നു, എന്നാലും വിശ്വാസത്തിൽ കുറവില്ല. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയിൽ അവനങ്ങ് വിശ്വാസം അർപ്പിച്ചു. കാര്യം കർത്താവ് പറഞ്ഞ വാക്ക് മാറത്തില്ല. അതാണ് ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത. കർത്താവ് തരാമെന്ന് പറഞ്ഞാൽ തരിക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കുണ്ടാകണം. കർത്താവ് തരാമെന്ന് പറഞ്ഞത് തരും, ചോദിച്ചാൽ തരാമെന്ന് കർത്താവ് വാക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തരും തരും തരും, യാതൊരു സംശയവും വേണ്ട. കർത്താവ് തരിക തന്നെ ചെയ്യും. പൗലോസ് വാചകം എഴുതിയിട്ടുണ്ട്, റോമ 4:18. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെങ്ങനെ തരാനുള്ള സാധ്യത നമ്മുടെ മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ചിലപ്പോൾ സംശയങ്ങൾ വരും കിട്ടുമെന്ന്. അങ്ങനെ സംശയിക്കേണ്ട. പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് തരും. ഇല്ലായ്മയിൽ നിന്ന് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് ഇതെല്ലാം ചെയ്യുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ഏകജാതിനെ ഹോമബലി അർപ്പിക്കാനും അബ്രാഹാം തയ്യാറായി. 12 വയസ്സുള്ളപ്പോൾ ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു. ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാൻ യാതൊരു തടസ്സവും അബ്രാഹാം കാണിച്ചില്ല. മോറിയ മലയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് മോറിയ മലയുടെ താഴ്വരയിൽ നിന്നപ്പോൾ വേലക്കാരോട് പറഞ്ഞത്, നിങ്ങളിവിടെ നിൽക്ക്, ഞാനും മോനും കൂടെ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ആ മലയിൽ കയറി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ആരാധിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയത്തക്കവണ്ണം അബ്രാഹാം എങ്ങനെ പറഞ്ഞു? വിശ്വാസത്തിൻ്റെ തീഷ്ണതയാണ്. ഹോമബലി അർപ്പിക്കപ്പെടുന്ന ആ മകൻ, അവനെയും കൂട്ടി തിരിച്ചു വരാമെന്ന് അബ്രാഹാം വിശ്വസിച്ചത്. ചാരത്തിൽ നിന്ന് പോലും എനിക്ക് മകനെ പുറപ്പെടുവിച്ച് തരുവാൻ ദൈവത്തിന് സാധിക്കും എന്നവൻ വിശ്വസിച്ചു. ഇതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണത. പോകുന്ന വഴിക്ക് ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, ഇതാവേ ബലിക്കുള്ള ആടിനെ നമ്മൾ എടുത്തില്ലല്ലോ. അബ്രാഹാം പിതാവ് മറുപടി പറഞ്ഞത്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളും മകനെ. ഉൽപ്പത്തി 22-ാം അധ്യായത്തിലാണ്, 22-ന്റെ 8-ാമത്തെ വാക്യത്തിലാണ് അബ്രാഹാം പുത്രനോട് പറയുന്നത്, മകനെ ദൈവം നോക്കിക്കൊള്ളും കുഞ്ഞാടിനെ.
അത് വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ സംഭവിച്ചത്. ആ കുഞ്ഞാടിനെ ദൈവം കൊടുത്തു. ആ സംഭവമെല്ലാം നമുക്കറിയാം. അബ്രാഹാം കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. ഒരു കാര്യം നമ്മൾ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. അതായത് ആ സ്ഥലത്തിന്, മോറിയ എന്നുള്ള സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് അബ്രഹാം പേര് കൊടുത്തു. കാരണം ആ വാക്കിൻ്റെ അർത്ഥം ദൈവം കരുതിക്കൊള്ളും എന്നാണ്. ദൈവം കരുതിക്കൊള്ളുമെന്ന് മോറിയ മലയ്ക്ക് പേര് കൊടുത്തു. കാരണം ദൈവം ഇവിടെ കരുതി. ഒരാട്ടിൻകുട്ടിയെ ഇസഹാക്കിനെ മോചിപ്പിച്ചിട്ട് പകരം ബലിയർപ്പിക്കാനായിട്ട് കൊടുത്തു. ദൈവം കരുതിക്കൊള്ളും. ലോകചരിത്രത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ പ്രവൃത്തിയുടെ സ്മാരകമെന്നുള്ള നിലയിൽ ഒരു സ്ഥലത്തിന് ആദ്യമായി പേര് കൊടുക്കുന്നത് ഈ സ്ഥലത്തിനാണ്, മോറിയായിക്ക്. യഹോവ കാണും, യഹോവ ഈരേ. ഇത് നമുക്ക് ബലം തരുന്നൊരു വാക്കാണ്, യഹോവ ഈരേ. പ്രശ്നങ്ങൾ എന്തെങ്കിലും ജീവിതത്തിലുണ്ടാകട്ടെ, ഏത് പ്രശ്നവും ഉണ്ടാകട്ടെ, അത് കണ്ട് പരിഹാരം ചെയ്യുന്നവനായ ഒരാളുണ്ട്, ദൈവമായ യഹോവയായ ദൈവം. അപ്പോൾ ഈ വാക്കെന്ന് പറഞ്ഞാൽ മതി, ഓർത്തങ്ങ് ധ്യാനിച്ച് പറഞ്ഞോളൂ. യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഇതെങ്ങനെ എന്നെ കൊണ്ടൊക്കെയില്ലല്ലോ, എന്ത് പ്രയാസമാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു വാക്കങ്ങ് പറഞ്ഞോളൂ, യഹോവ ഇരേ. യഹോവ ഇരേ എന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഞാൻ കരുതണ്ട, ദൈവം കരുതിക്കൊള്ളും. അത് നമ്മൾ ഓർത്തോണം. എല്ലാ ജീവജാലങ്ങൾക്കും, ഏത് ഉറുമ്പിന് പോലും ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് ആ ഉറുമ്പോ ആ ജീവികളോ ഒന്നും സമ്പാദിച്ചു കൊണ്ടുവരുന്നതല്ല. പിന്നെയോ ദൈവം എല്ലാത്തിനും ഭക്ഷണം, വാസസ്ഥലം എല്ലാം കരുതിക്കൊള്ളുകയാണ്. നമ്മളെ കരുതും. നമ്മളങ്ങ് വ്യാധിയാണ്. ഈ എങ്ങനെയാ ഭക്ഷണം, എങ്ങനെയാ വീട്, എങ്ങനെയാ വസ്ത്രം, എല്ലാം ദൈവം കരുതിക്കൊള്ളും. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണമൊക്കെ അതാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ജാതികളുടെ മാനസാന്തരം, അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്ന ആ വിഷയം. അത് പ്രവചന ഗ്രന്ഥങ്ങളിലൊക്കെ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതാനും ഉദാഹരണങ്ങളായിട്ട് ഞാൻ ചില വാചകങ്ങൾ വായിക്കാം. സങ്കീർത്തനം 22:27, ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു കൂട്ടർക്ക് മാത്രമല്ല, ഭൂമിയുടെ അതിർത്തികൾ കർത്താവിലേക്ക് തിരിയും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. സങ്കീർത്തനം 86:9 പറയുന്നു, കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും. യേശയ്യാ പ്രവാചകൻ 9:2 ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. യേശയ്യാ 49:6 അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താൻ. നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ലോക അതിർത്തികൾ വരെയാണ് ഇതെത്തേണ്ടത് എന്ന് അർത്ഥം. ഹോസിയ 3:23 പറഞ്ഞിരിക്കുന്നു, അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാകുന്നു എന്ന് ഞാൻ പറയും. അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് ജനങ്ങൾ പറയും. അത് നമ്മൾ ഓർത്തോണം. എല്ലാവർക്കും രക്ഷ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ പദ്ധതി. ഇനി നമുക്ക് 9-ാം വാക്യത്തിലേക്ക് കയറാം. ഞാൻ ബൈബിളിൽ നിന്ന് 9-ാം വാക്യം വായിക്കുകയാണ്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന്.
അതാണ് 9-ാമത്തെ വാചകത്തിൽ അബ്രാഹത്തെ വിശ്വാസിയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബ്രാഹത്തെ യഹൂദരെ പ്രത്യേകമായിട്ട് ഹൃദയപൂർവമായിട്ട് വിശേഷിപ്പിച്ച് പറയുന്ന വാക്കാണ് വിശ്വാസി എന്നുള്ളത്. 1 മക്കാബയർ 2:52 ഇങ്ങനെ പറയുന്നു, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടല്ലോ, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. 2 മക്കാബയർ 1:2 ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രഭാഷകൻ 44:19-20 അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്നും അബ്രഹാം പിതാവിനോട് വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് മക്കൾക്ക് കൂടി ഓഹരി ഉണ്ടെന്നും പൗലോസ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതാണ് 9-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 10-ാം വാക്യം, നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ആണ്. നിയമാവർത്തനം 27-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിയമങ്ങളെല്ലാം തന്നു, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നിയമങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കണം. അനുസരിക്കുന്നില്ലെങ്കിൽ ശാപമുണ്ടാകും. അതാണ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. അനുസരിക്കുന്നില്ലെങ്കിൽ ശാപമുണ്ടാകും. നിയമാവർത്തനം 28-58-59 നിന്റെ ദൈവമായ കർത്താവ് എന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരിയാലും തീരാവ്യാധികളാലും ഞാൻ നിന്നെ ശിക്ഷിക്കും. നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. ശ്രദ്ധിക്കണം, അത് എല്ലാം അക്ഷരം പ്രതി അനുസരിക്കണം, ശ്രദ്ധാപൂർവം അനുസരിക്കണം. അപ്പം നിയമങ്ങൾ തന്നു എന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കണ്ട. അത് നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം അനുസരിക്കാനുള്ളതാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ ശാപം ലഭിക്കും. അത് നമ്മൾ ഓർത്തോണം. അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നിയമത്തിന് കഴിയുകയില്ല. ഇതിങ്ങനെ പകർന്നു കൊടുക്കാവുന്നതല്ല, അനുഷ്ഠിക്കണം. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ശാപം. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒക്കുന്ന രീതിയല്ല നിയമാനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ. അത് അനുസരിക്കാതിരുന്നാൽ ശാപമാണല്ലോ. അത് ഒരു വലിയ നുകം മനുഷ്യൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ചുമലിൽ ഭാരമുള്ള ചുമട് ഇരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:10 അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുവാൻ ഒരു തുണയും ചെയ്തു കൊടുക്കുന്നുമില്ല. എന്നാൽ ഞാനിവിടെ ചേർന്നൊന്ന് സഹായിക്കാം, അങ്ങനെയുമില്ല. നിയമങ്ങൾ അനുസരിക്കാത്തവർക്ക് പഴയ നിയമം അനുസരിച്ചുള്ള ശാപങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് യഥാർത്ഥ ജീവൻ മനുഷ്യർക്ക് ലഭിക്കുന്നത്
വിശ്വാസം വഴിയാണെന്ന് പഴയ നിയമം തന്നെ കാണിക്കുന്നു എന്ന് പൗലോസ് തുടർന്ന് പറയുന്നു. അപ്പോൾ ഇതനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല, വിശ്വാസത്താലാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത് എന്ന് പുതിയ ഒരു കാര്യമല്ലത്, പഴയ നിയമത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. 7-ാം വാക്യത്തിലെ, നമ്മളിപ്പോൾ 10-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്, 7-ാം വാക്യത്തിൽ വിശ്വാസമുള്ളവർ എന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ ഒരു സമാന്തര പ്രയോഗമായിട്ടാണ് 10-ാം വാക്യത്തിൽ നിയമ അനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റത് വിശ്വാസം, ഇവിടെ നിയമം അനുഷ്ഠിക്കുന്നതിൽ. അതിൻ്റെ ഒരു പാരലായിട്ട് സമാന്തരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 11-ാം വാക്യം, ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്, എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. അതാണ് 11-ാം വാക്യം. ഹബക്കൂക്ക് 2:4 പറഞ്ഞിരിക്കുന്ന ആ വാചകമാണ് പൗലോസ് ഇവിടെ യഥാർത്ഥത്തിൽ കോട്ട് ചെയ്യുന്നത്, ഉദ്ധരിച്ചിരിക്കുന്നത്. നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ 2:4. പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ ഇന്ന് സുവിശേഷം വഴി ദൈവത്തിന് മനുഷ്യനോടുള്ള മനോഭാവം ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. ക്രിസ്തുവിൽ മനുഷ്യരെ ദൈവവുമായി അനുരഭിക്കുന്ന ആ പ്രവർത്തനം വെളിപ്പെടുത്തി ഇരിക്കുകയാണ് പൗലോസ് ഇവിടെ. ഈ സുവിശേഷം മാറ്റി നിർത്തിയാൽ ദൈവത്തിൻ്റെ ക്രോധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സുവിശേഷം അങ്ങ് മാറ്റി വെച്ചാലോ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ക്രോധമാണ്. നീതിയും ക്രോധവും താരതമ്യപ്പെടുത്തി വ്യത്യാസം കാണിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സ്വഭാവമാണ് പൗലോസ് ഇവിടെ വരച്ച് കാട്ടുന്നത്. പഴയ നിയമത്തിൽ നമുക്ക് കൂടുതൽ ദൈവം ഒത്തിരി ശിക്ഷ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. ക്രോധം. പുതിയ നിയമത്തിൽ കൃപായുഗമായതുകൊണ്ട് അങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല, എല്ലാത്തിനും ഒരു വിധിയുണ്ട് അവസാനം. ഇപ്പം നമ്മളെ കൃപയുടെ യുഗമായതുകൊണ്ട് പഴയതുപോലുള്ള ശിക്ഷ നമുക്കധികം കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവരെ കർത്താവ് അങ്ങ് അടിച്ചു കൊല്ലാഞ്ഞത്, എന്താ ഒരു ശിക്ഷ കൊടുക്കാഞ്ഞത് എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നിയേക്കാം. കൃപയുടെ യുഗമാണ്. കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. അവരനുഭവിക്കണമെന്ന് കർത്താവ് കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് പല ഭാഗങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 13:39 പൗലോസ് പിസിദിയയിലെ അന്ത്യോക്യയിലെ അവിടുത്തെ സിനഗോഗിൽ കയറി പ്രസംഗിക്കുന്ന ഒരു വാചകമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. പൗലോസ് അവിടുത്തെ സിനഗോഗിലിരുന്ന യഹൂദരോട് പറയുകയാണ്, അവൻ വഴി, യേശുക്രിസ്തു വഴി നീതീകരണം ലഭിക്കും. എങ്ങനെ? വിശ്വസിക്കുന്നവർക്ക്. ജോബിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ജോബ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരുവന് ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? അപ്പോൾ നീതി അവനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി 12-ാം വാക്യം, നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. 12-ാമത്തെ വാക്യത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമല്ല, അവ അനുഷ്ഠിക്കുന്നവൻ അതുവഴി ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ 18:5 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്, അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ക്രിസ്തുവിനെ കർത്താവായി വിശ്വസിച്ച വിജാതരായ ക്രിസ്ത്യാനികൾക്ക് മോശയുടെ നിയമങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പാലിച്ച് നീതീകരണം ലഭിക്കുമെന്ന് അംഗീകരിക്കുവാനായിട്ട് സാധ്യമല്ല. വിജാതീയര വിശ്വാസത്തിലേക്ക് വരുമ്പോൾ
മോശയുടെ നിയമങ്ങളും അതിൻ്റെ ഒത്തിരി അനുശാസനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പാലിച്ച് ഇനി നീതീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതാണ് നിത്യജീവന് ആവശ്യമായിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 11, 12, 13 വാക്യങ്ങൾ. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അവൻ ഞാനിവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. നിത്യജീവൻ ആരിലാണ് ഇരിക്കുന്നത്? നിത്യജീവൻ ഇരിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. അവൻ്റെ പുത്രനിൽ നിത്യജീവൻ ഇരിക്കുക. അപ്പം നമുക്ക് നിത്യജീവൻ വേണമെങ്കിൽ അവനെ ആശ്രയിക്കണം, അവനിലോട്ട് ചെല്ലണം, അവനിൽ വിശ്വസിക്കണം, അവനുമായിട്ടങ്ങ് ചേരണം. അപ്പോൾ ആ ജീവൻ നമുക്കും കിട്ടും. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. വേറൊരിടത്ത് നിന്നിട്ട് എനിക്ക് ജീവൻ വേണം ജീവൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലണം. എങ്കിലേ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. അതാണ് നിത്യജീവൻ്റെ ഏക വഴി. യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അവിടെ ചെന്നേ അത് കിട്ടുകയുള്ളൂ. അവൻ്റെ കയ്യിൽ, അവനിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. വേറൊരിടത്ത് അന്വേഷിച്ചാൽ അത് കിട്ടത്തില്ല. അവിടെ ഇവിടെയും പോയി എനിക്ക് നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും നിത്യജീവൻ കിട്ടത്തില്ല. യേശുക്രിസ്തുവിൽ ആണ് നിത്യജീവൻ. അവിടെ തന്നെ ചെല്ലണം. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് യേശു മർത്തായോടൊരു കാര്യം പറഞ്ഞു. വലിയ ഒരു വിശ്വാസ സത്യമാണ് കർത്താവ് അവിടെ നമ്മളെല്ലാവരും അറിയാനായിട്ട് പ്രഖ്യാപിക്കുകയും അത് വേദപുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പുനരുത്ഥാനം, മരിച്ച് നമ്മുടെ സാധാരണ മരണം, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണം. അത് ഞാനാ തന്നെ ചെയ്യുന്നത്. ലാസറെ പുറത്ത് വരിക എന്ന് പറയുമ്പോൾ ലാസർ പുറത്ത് വരും. ഞാനാണ് പുനരുത്ഥാനവും ജീവൻ. ജീവൻ എന്തുവാന്ന് നമ്മളിങ്ങനെ ശാസ്ത്രജ്ഞന്മാരും മറ്റെല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. യേശുക്രിസ്തുവാ ജീവൻ. ആ ജീവനിലോട്ട് ചേരുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുന്നത് അതാണ്. നിത്യജീവനായ യേശുക്രിസ്തുവിലോട്ട് ചേരുമ്പോൾ നമുക്കും നിത്യജീവൻ ലഭിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. വേറെ എങ്ങും ചെന്നാൽ കിട്ടത്തില്ല. യോഹന്നാൻ സുവിശേഷം 11:25 കർത്താവായ യേശു പറഞ്ഞ വാചകം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. യേശുക്രിസ്തുവിനെ അങ്ങോട്ട് ചെല്ലാതെ നല്ലതായ ഏതെങ്കിലും ഒരു ജീവിതം നയിച്ച് അങ്ങ് ഇരുന്നാൽ മതിയോ നിത്യജീവൻ ലഭിക്കാൻ? പോരാ പോരാ പോരാ. യേശുക്രിസ്തുവാണ് നിത്യജീവൻ. അവിടോട്ട് ചെല്ലണം. 2 തിമോത്തിയോസ് 1:10 തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഈ കൃപാപരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അറിയാം നമുക്ക് ആ സംഭവം. മന്ന ഭക്ഷിച്ച് അവർക്ക് വേറൊന്നും കിട്ടാഞ്ഞപ്പോൾ അവർ കരഞ്ഞു, ഭക്ഷണമില്ല. ദൈവം സ്വർഗത്തിൽ മന്ന ഇറക്കിക്കൊടുത്തു. എന്തുകൊണ്ടാണ് അറിയാൻ ദൈവം അല്പസമയം അവർ കൊടുത്തത്? അത് ഈ ഭക്ഷണമല്ല യഥാർത്ഥ ഭക്ഷണം. സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ദൈവവചനമാണ് യഥാർത്ഥ ഭക്ഷണമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ചെയ്തതാണ്. യോഹന്നാൻ സുവിശേഷം 5:24 യേശു പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്.
അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. വാക്യം 13 നമ്മൾ വായിക്കട്ടെ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. നിയമവും അതിൻ്റെ അനേകവിധമായ ശാസനകളും മനുഷ്യനെ അടിമത്തത്തിൻ്റെ നുകത്തിന് കീഴിൽ ആക്കിയിരുന്നു. ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം ഈ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 6:20 പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവായ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്താണ് കൊടുത്തത്? മോചനദ്രവ്യമായിട്ട് അവൻ്റെ രക്തം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ വകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഇവിടുത്തെ വിശ്വാസവും ജീവിതവും എല്ലാം. 1 കൊരിന്ത്യർ 7:23 പൗലോസ് വീണ്ടും പറയുന്നു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. പഴയ നിയമത്തിൽ യഹോവ തൻ്റെ ജനത്തെ തൻ്റെ ഉടമ്പടി വഴി സമ്പാദിച്ചെടുത്തു. പുറപ്പാട് 19:5-6 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. യേശയ്യ 43:21 ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത എൻ്റെ ജനം എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കും. യേശു കർത്താവ് കുരിശിൽ ചിന്തിയ തൻ്റെ ഉടമ്പടിയുടെ രക്തത്താൽ തൻ്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങി. ഈ വിലയ്ക്ക് വാങ്ങൽ ദൈവത്തിൻ്റെ പുതിയ ജനത്തെ നിയമത്തിൽ നിന്നും അതിൻ്റെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശ്വാസികൾ സ്വതന്ത്രരായി തീർന്നിരിക്കുന്നു. ഗലാത്യ 5:1 സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. നമ്മളുടെ പിശാചിൻ്റെ അടിമയായിരുന്നപ്പോൾ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി നമ്മളെ മോചിപ്പിച്ചു സ്വാതന്ത്ര്യത്തിലേക്ക്. അത് പല ദിവസം എടുത്തു പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള അവകാശമല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്, അതനുസരിച്ച് ജീവിക്കണം. ഇനി ഒരു വാചകം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ പ്രതി യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു 13 വാക്യത്തിൽ. റബിമാരുടെ ന്യായവാദ രീതി അനുസരിച്ച് പൗലോസ് ശാപത്തിൻ്റെ ഒരർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് കടക്കുകയാണ്. ശാപത്തിൻ്റെ രണ്ടർത്ഥം, ഒരർത്ഥത്തിൽ നിന്ന് വേറെ ഒരർത്ഥം കൂടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. നിയമത്തിൻ്റെ എല്ലാ ശാസനകളും പാലിക്കാത്ത മനുഷ്യൻ്റെ മേൽ വരുന്ന ആ ശാപമുണ്ടല്ലോ, എല്ലാം പാലിക്കണം, ഇല്ലെങ്കിൽ ശാപമുണ്ടാകും. ആ ശാപത്തിൽ നിന്നും വേറൊന്ന്, മരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ഉച്ചരിക്കപ്പെടുന്ന ശാപമുണ്ട്. ആ ശാപത്തിൻ്റെ കാര്യമാണ് ഇനി പൗലോസ് പറയുന്നത്. അതൊരു പ്രത്യേക ശാപമാണെന്ന് മനസ്സിലാക്കണം. നിയമാവർത്തനം 21:23 ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. 5 രാജാക്കന്മാരെ കൊന്ന് 5 മരത്തിൽ തൂക്കിയിട്ടിരുന്ന ഒരു സംഭവം യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. റോമൻ ഭരണകാലത്താണ് ഈ കുരിശുമരണം ഒരു ശിക്ഷാ നടപടിയായിട്ട് റോമക്കാരാ സ്വീകരിച്ചത്. അതിന് മുമ്പും ചില മരണങ്ങളൊക്കെ ഇതുപോലൊക്കെ ഉള്ളതുകൊണ്ട് മരത്തിൽ തൂക്കിക്കൊല്ലുന്ന ചില സംഭവമുണ്ട്. എന്നാൽ ഈ ക്രൂശിൽ തൂക്കിയുള്ള ഒരു മരണം, ഒരു ശിക്ഷ ഒരു ക്രമമായിട്ട് വന്നത് റോമക്കാരുടെ ഭരണകാലത്താണ്. അന്ന് അവരൊരു കാര്യം ചെയ്തു, റോമൻ പൗരത്വമുള്ള ആരെയും കുരിശിൽ തൂക്കത്തില്ല, അവരെ വാളുകൊണ്ട് വെട്ടും. അങ്ങനെയായിരുന്നു ശിക്ഷ. എന്നാൽ യഹൂദരെ മറ്റാൾക്കാരെ ക്രൂശിൽ തൂക്കിക്കൊല്ലും. ഇനി ക്രൂശിൽ തൂക്കിക്കൊല്ലുന്നത് ആദിമ ക്രൈസ്തവ സഭയെല്ലാം
മരത്തിന്മേൽ തൂക്കപ്പെടുന്ന എന്ന അർത്ഥത്തിൽ തന്നെയാണ് അതെടുത്തത്. ഈ അർത്ഥത്തിൽ തന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്നു. ക്രൂശീകരണം എന്നത് മരത്തിന്മേൽ തൂക്കുക എന്ന് തന്നെ ആദിമസഭ കണക്കാക്കിയിരുന്നു. അതിന് തെളിയിക്കുന്നൊരു വാചകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10:39. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. യേശു ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ശിഷ്യന്മാർ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. ക്രൂശിലാൽ തൂക്കിക്കൊന്ന് നമുക്കറിയാം, പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് മരത്തിൽ തൂക്കിക്കൊന്നു. ക്രൂശീകരണം, ക്രൂശിൽ കൊല്ലുന്നതും മരത്തിൽ തൂക്കിക്കൊല്ലുന്നതായിട്ട് തന്നെയാണ് ആദിമസഭ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ആ പറഞ്ഞ വാചകം അനുസരിച്ച് നിയമാവർത്തനം 21:23 ആ അർത്ഥത്തിൽ ശപിക്കപ്പെട്ടവനാണ്. അതാണ് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു ശാപമായിരുന്നു എന്ന് പൗലോസ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നിയമം വഴിയാണ്. നിയമത്തിൻ്റെ ശാപം പതിക്കപ്പെട്ട ഒരാളെന്ന നിലയിലുള്ള മരണമായിരുന്നു യേശുവിൻ്റേത്. നമുക്ക് വേണ്ടിയുള്ള നിയമത്തിൻ്റെ ശാപത്തിൻ്റെ സമ്പൂർണതയാണ് ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടത്. യേശു മരിച്ചത് നിയമത്തിനാണ്, നമുക്ക് പകരമായിട്ടാണ് അവൻ മരിച്ചത്. നിയമത്തിനും അതിൻ്റെ ശാസനകൾക്കും അവൻ അന്ത്യം വരുത്തി. അതാ യേശു കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പറഞ്ഞത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. തലചായ്ച്ച് മരിച്ചു. എഫെസോസ് 2:15 പൗലോസ് പറയുന്നു, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. റോമർ 10:4 പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയും മേലാൽ മോശയുടെ നിയമങ്ങൾ പാലിക്കുന്നതും ക്രിസ്തീയ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമുണ്ട്. കൊളോസോസ് 2:14 പൗലോസ് പറയുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. വെളിപാടിലും ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ സ്വപിതാവിൻ്റെ രാജ്യവും പുരോഹിതരുമൊക്കെ ആക്കി തീർത്തു. അവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം 13-ാം വാക്യം വരെയാണ് നമ്മൾ പറഞ്ഞത്. 14-ാം വാക്യം മുതൽ നമുക്ക് 101-ാമത്തെ എപ്പിസോഡിൽ ചിന്തിക്കാം. ദൈവം നടത്തട്ടെ. ഇതുവരെയും നടത്തിയ ദൈവത്തിന് 100 വരെ എത്തിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം നടത്തി, എന്നെ ഒരു ഉപകരണമാക്കിയെടുത്തു. ദൈവത്തിന് നന്ദി. ഇന്ന് നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, നിയമാനുഷ്ഠാനത്താലല്ല എന്നുള്ള കാര്യം ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് പൗലോസ് പറയുന്ന കാര്യമാണ്. നമ്മൾ അബ്രാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. മാതൃകയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, വസ്തുവിധം വെക്കുന്ന കാര്യം. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഭൂമിക്ക് സോദോം ഗൊമോറയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്ഷമ അങ്ങനെ ദീർഘക്ഷമ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്നു, രക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ക്രിസ്തീയ വിശ്വാസത്തിൽ അനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇവിടെ നിർത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ.